السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا سيدي يا رسول الله. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പവിത്രമായ യൗമുൽ ജുമുഅയിൽ അല്ലാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ സുഖലോക സ്വർഗത്തിൽ അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, കുടുംബാദികൾ, ഗുരുവര്യന്മാർ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരെ അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കഴിഞ്ഞ ആഴ്ചയിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമ്മോട് നൽകിയ വസിയ്യത്തുകളെ കുറിച്ചാണ് നാം സംസാരിച്ചത്. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞ മറ്റൊരു കാര്യമാണ് സയഅതി സമാനുൻ അലാ ഉമ്മത്തി യുഹിബ്ബൂന ഖംസൻ വയൻസൗന ഖംസ. എന്റെ ഉമ്മത്തീങ്ങൾ അവർക്കൊരു കാലം വരും, ആ കാലത്ത് 5 കാര്യത്തെ അവർ ഇഷ്ടപ്പെടും, 5 കാര്യത്തെ അവർ മറക്കുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഏതാണ് 5 കാര്യങ്ങൾ? നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതങ്ങളിൽ കൊണ്ടുവരേണ്ടതുമായ കാര്യങ്ങളാണ്. ഒന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് യുഹിബ്ബൂനൽ ഹയാത വയൻസൗനൽ മമാത. ജീവിതത്തെയാണ് അവർ ഇഷ്ടപ്പെടുന്നത്, മരണത്തെ അവർ മറക്കും. ആരാ പഠിപ്പിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂലാണ്. ഏത് കാലഘട്ടത്തിലാണെന്ന് നാം ഓർക്കണം. ഇത്രയും അധികം സംവിധാനങ്ങളോ ടെക്നോളജികളോ ഇല്ലാത്ത കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായി കൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ദീർഘവീക്ഷണവും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആരാണ് എന്നതിനെ കുറിച്ചും ബുദ്ധിയുള്ള മനുഷ്യൻ മനസ്സിലാക്കണം. അതാണ് അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് യുഹിബ്ബൂനൽ ഹയാത്ത. ഹയാത്ത് എന്ന് പറഞ്ഞാൽ ജീവിതമാണല്ലോ, ആ ജീവിതത്തെയാണ് ഇഷ്ടപ്പെടുന്നത്. യൻസൗനൽ മമാത, മരണത്തെ അവർ മറന്നു കളയുകയാണ് ചെയ്യുന്നത്. ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ ഈ ജീവിക്കുന്ന ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട വസ്തുതകൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. വെറുതെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു രസത്തിനല്ല നമ്മെ ഈ ലോകത്ത് അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. ഖുർആൻ പരിശോധിക്കുമ്പോൾ
ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം, വിശാലമായ രീതിയിൽ അല്ലാഹു അവിടെ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഉപദേശം, ജീവിതം എന്നുള്ളത് ഒരു കളിയല്ല, ഒരു തമാശയല്ല, അത് വലിയ അനുഗ്രഹം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഞാനും നിങ്ങളും ഏത് സമയത്ത് എവിടെ വച്ച് എങ്ങനെ മരണപ്പെടുമെന്നത് നമുക്കാർക്കും അറിയില്ല. ജുമ കഴിഞ്ഞ് വീട്ടിലെത്തുമോ, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിലെത്തുമോ, അല്ലെങ്കിൽ നാം ഉദ്ദേശിക്കുന്ന ഇടങ്ങളിൽ നാം എത്തുമെന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ അത് അല്ലാഹു ആണ് അത് എത്തിക്കുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഏതെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇൻഷാ അല്ലാഹ്, അല്ലാഹുവിന്റെ വേണ്ടുകയാണ് നമുക്ക് വേണ്ടത്, അങ്ങനെ നാം പറയണം, അത് സുന്നത്താണ് ഇൻഷാ അല്ലാഹ്. എന്നാൽ നാം എത്തുമെന്നുള്ള ഉറപ്പും ഗ്യാരണ്ടിയും നമുക്കില്ല. നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ നാം കടകളിൽ നിന്ന് വാങ്ങുമ്പോൾ അതിന് പ്രത്യേകമായ വാറണ്ടികളുണ്ട്, അതിന് ഗ്യാരണ്ടിയുണ്ട്. ചിലപ്പോൾ 5 വർഷം 3 വർഷം എന്നൊക്കെ നമ്മോട് പറയാറുണ്ട്. അതിന്റെ ഇടയിൽ അത് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ കമ്പനി നമുക്ക് പുതിയ സാധനം തരും, അല്ലെങ്കിൽ അത് വൃത്തിയായി നന്നാക്കി തരും. പക്ഷേ മനുഷ്യനായ നമുക്കൊരു ഗ്യാരണ്ടിയും ഇല്ല, ഒരു ഗ്യാരണ്ടിയും നമുക്കില്ല. നമ്മൾ എങ്ങനെ മരിക്കും, എവിടെ വെച്ച് മരിക്കും എന്നുള്ള ഒന്നും നമ്മുടെ മനസ്സിൽ ഒരിക്കലും ആർക്കും കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റുകയില്ല. കഴിഞ്ഞ ആഴ്ചയിൽ മദീനയിലേക്ക് പുറപ്പെട്ട ആ ഉംറ തീർത്ഥാടകരുമായിട്ടുള്ള വാഹനം വന്നിടിച്ച് ഏകദേശം ആ വാഹനത്തിലുണ്ടായ 42ഓളം ആളുകൾ മരണപ്പെട്ട വാർത്ത നമ്മൾ കണ്ടവരാണ്. അവർക്ക് അവിടെ മദീനയിൽ പോകണം, റസൂലുള്ളാഹിനെ സിയാറത്ത് ചെയ്യണം, മക്ക സന്ദർശിക്കണം, നാട്ടിലേക്ക് എത്തണം എന്ന അതിയായ ആഗ്രഹങ്ങൾ അവരുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അല്ലാഹുവിന്റെ തീരുമാനം ഇങ്ങനെയായിരുന്നു. അതുകൊണ്ട് മനുഷ്യനായ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്, ഈ ദുനിയാവിൽ ശാശ്വതമല്ല, ഈ ദുനിയാവിൽ ശാശ്വതമല്ല. ഏത് സമയത്തും അല്ലാഹു നമ്മെ വിളിക്കുമെന്നുള്ള അർപ്പണ ബോധത്തോടു കൂടിയായിരിക്കണം ഓരോ മനുഷ്യനും ഓരോ സെക്കൻഡുകളും മിനിറ്റുകളും മണിക്കൂറുകളും ദിവസങ്ങളും മാസങ്ങളും മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാകണം. പക്ഷേ നമ്മുടെ ജീവിത ശൈലികളും പെരുമാറ്റങ്ങളും കാണുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഹദീസ് ഇന്ന് യാഥാർത്ഥ്യമാവുകയാണ്. യുഹിബ്ബൂനൽ ഹയാത്ത, ജീവിതത്തെ മാത്രമാണ് ഞാനും നിങ്ങളും ഇഷ്ടപ്പെടുന്നുള്ളൂ. വയൻസൗനൽ മമാത, മരണത്തെ നമ്മൾ മറക്കുകയാണ്. മരണത്തെ ഓർക്കുമ്പോഴാണ് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതങ്ങളിൽ ഒരുപാട് മാറ്റത്തിരുത്തലുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. ഓരോ ദിവസവും പ്രഭാതത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അല്ലാഹുമ്മ അഹ്യിനാ അലൽ കിതാബ്, അല്ലാഹുമ്മ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നാം എഴുന്നേൽക്കുകയാണ്. അവിടെ നമ്മൾ ബിസ്മിയല്ല ചൊല്ലുന്നത്, അൽഹംദുലില്ലാ എന്ന പരിശുദ്ധമായ വചനമാണ് ഉച്ചരിക്കുന്നത്. കാരണം സർവസ്തുതിയും അല്ലാഹുവിനാണ്. ഇന്നലെ രാത്രി 10 മണിക്ക് കിടന്നുറങ്ങി, ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമെന്ന് എനിക്കോ നിങ്ങൾക്കോ ഒരു ഉറപ്പുണ്ടായില്ല. എന്നാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഉണർത്തി. എന്നാൽ ആ അല്ലാഹുവിന് സർവസ്തുതിയും നേരുകയാണ് നാം.
അള്ളാഹുവിന് സർവസ്തുതിയും നേരുകയാണ്. അള്ളാഹ് ചെയ്ത വലിയ അനുഗ്രഹമാണല്ലോ ആ ഉറക്കത്തിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയോ അല്ലെങ്കിൽ മക്കളോ വന്ന് നമ്മെ വിളിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഒരുമിച്ച് ചലിക്കുകയാണെങ്കിൽ, അനങ്ങുകയാണെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ? നാം ലോകത്തോട് വിട പറഞ്ഞു പോയി. നാം വിചാരിച്ചോ മരിക്കുമെന്ന്? നമ്മുടെ ഭാര്യ വിചാരിച്ചോ? നമ്മുടെ മക്കൾ വിചാരിച്ചു? ഇല്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും നാം മരണത്തെ കുറിച്ച് ഓർക്കണം. ജീവിതത്തിന്റെ ഓരോ സുഖ സൗകര്യങ്ങൾക്കും ഓരോ നേട്ടങ്ങൾക്കും വേണ്ടി ഞാനും നിങ്ങളും എന്തെല്ലാം കാണിച്ചു കൂട്ടുമ്പോൾ ഒരു ദിവസം ഈ ലോകത്തോട് ഇവിടെ പറയണം. മിനിയാന്ന് രാവിലെ പ്രഭാതത്തിൽ വാട്സപ്പ് നാം ഓൺ ചെയ്ത് നോക്കിയപ്പോൾ, ഫേസ്ബുക്ക് ഓണാക്കിയപ്പോൾ നാം കേട്ടതും കണ്ടതുമായ വാർത്ത നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന വാർത്തയല്ലേ? വേദനിപ്പിക്കുന്ന വാർത്തയല്ലേ? പ്രിയപ്പെട്ട ഒരു പണ്ഡിത സുഹൃത്ത്, അദ്ദേഹത്തിന്റെ ജോലി സ്ഥലത്ത് നിന്ന് അദ്ദേഹത്തിന്റെ സ്വദേശമായ ഉടുമല്ലൂർ ഭാഗത്തേക്ക് അദ്ദേഹം യാത്ര തിരിച്ചപ്പോൾ ഈ എറണാകുളം മരട് ഭാഗത്ത് വെച്ച് അള്ളാഹുവിന്റെ തീരുമാനം വന്നുപോയി. അള്ളാഹുവിന്റെ തീരുമാനം വന്നു. അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങൾ കാൽക്കുലേഷൻ ചെയ്തതാണ്, എന്തെല്ലാം കാര്യങ്ങൾ തീരുമാനിച്ച് സഹപ്രവർത്തകരോട് കൂട്ടുകാരോട് പോലും വിളിച്ചു പറഞ്ഞു. ഇത്ര സമയത്ത് നമുക്ക് ഒരുമിച്ച് കൂടണം, ഇന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കണം എന്നെല്ലാം തലേ ദിവസവും അന്ന് രാവിലെയും വരെ വിളിച്ച് പറഞ്ഞ് എല്ലാം സെറ്റപ്പാക്കിയ വ്യക്തിയാണ്. പക്ഷെ അള്ളാഹുവിന്റെ തീരുമാനം അതായിരുന്നു. അദ്ദേഹം വിചാരിച്ചു ഞാൻ മരിക്കുമെന്ന്. അള്ളാഹു പ്രിയപ്പെട്ട പണ്ഡിതൻ അള്ളാഹു സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറിയ മക്കൾ, 5 മക്കൾ. അള്ളാഹുവെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ, ആ കുടുംബത്തിന് നീ സമാധാനം കൊടുക്കണേ അള്ളാഹ്. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്നവരെ നാം മനസ്സിലാക്കണം, നമ്മുടെ ജീവിതം മാത്രമല്ല നാം ഓർക്കേണ്ടത്, നമ്മുടെ മരണത്തെ കുറിച്ച് നാം ഓർക്കണം. മരണത്തെ കുറിച്ച് ഓർക്കണം. അപ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ ഒരുപാട് നന്മകൾ നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റുന്നതാണ്. നാം മരണത്തെ കുറിച്ച് എപ്പോഴും ഓർക്കണം. നമ്മുടെ ശരീരങ്ങളിൽ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ പ്രയാസം ആ ശരീരത്തിന്റെ ആ ഭാഗം മാത്രമല്ല നേരിടുന്നത്, നമ്മുടെ ശരീരം മുഴുവനും ആ വേദന തിന്നുകയാണ്. ഒരു പനി വന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ശരീരത്ത് വന്നു, നമ്മുടെ ശരീരം മൊത്തം അതിനു വേണ്ടി ചെലവഴിക്കുകയാണ്. ആ ഒരു ചെറിയ കാരണത്തിന്റെ പേരിൽ ശരീരം മൊത്തം വേദനിക്കുന്നു. എന്നതുപോലെ നാം മനസ്സിലാക്കണം, മരണം എന്നുള്ളത് നമ്മെ പിടികൂടുമ്പോൾ എല്ലാം ഇവിടെ വിട്ടെറിഞ്ഞു പോവുകയാണ്. നമ്മുടെ കുടുംബമില്ല, മക്കളില്ല, സമ്പത്തില്ല, എല്ലാം ഇവിടെ വിട്ടെറിഞ്ഞു പോകുന്നു. ഒരേ ഒരു കാര്യം മാത്രം, സ്വാലിഹായ അമൽ മാത്രമേ നമ്മുടെ കൂടെ വരുന്നുള്ളൂ. അപ്പോൾ അല്ലാഹു നമുക്ക് നൽകിയ ഈ ദുനിയാവിന്റെ സംവിധാനങ്ങൾ വെച്ചുകൊണ്ട് നാം അല്ലാഹുവിലേക്ക് അടുത്തുകൊണ്ട് ആത്മാർത്ഥമായി ദുആ ചെയ്യണം. അല്ലാതെ ജീവിതം മാത്രമാണ് എന്റെ വിജയം, എന്റെ നിലനിൽപ്പിന് വേണ്ടി ഞാൻ എന്തും പ്രവർത്തിക്കും, എന്തും ചെയ്യും എന്നുള്ള ഒരു തീരുമാനങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ അള്ളാഹു നമ്മെ കൈവിടും, അള്ളാഹു നമ്മെ ഒഴിവാക്കി കളയും. എന്നാൽ ഇതൊക്കെ എനിക്ക് നൽകിയത് ആരാണ്? അള്ളാഹുവാണ് എന്ന ചിന്തയോടുകൂടി നാം ഓരോ കാര്യങ്ങളുമായി ബന്ധപ്പെടണം. ഇതാണ് മുഅ്മിനീങ്ങളുടെ അടയാളം. അപ്പോൾ നമുക്ക് ആഖിറം രക്ഷപ്പെടുന്നതാണ്. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, യുഹിബ്ബൂനൽ മാല വയൻസൗനൽ ഹിസാബ. ധനത്തെ അവർ ഇഷ്ടപ്പെടും, വിചാരണയെ അവർ മറന്നുകളയും. നാം ഓർക്കണം മുഅ്മിനീങ്ങളെ, സമ്പത്തുണ്ടെങ്കിൽ
എന്തും നമുക്ക് കാട്ടിക്കൂട്ടാം, നമുക്ക് എന്തും ചെയ്യാം, എന്തും പ്രവർത്തിക്കാം എന്നുള്ള ഒരു ധാരണയാണ് നമ്മുടെ മനസ്സ്. ഈ സമ്പത്ത് ആരാണ് തന്നത്? ഈ സമ്പത്ത് നമ്മുടെ കയ്യിലേക്ക് നൽകിയത് ആരാണ്? എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന യജമാനനായ അല്ലാഹു ആണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ആ സമ്പത്ത് അവൻ നൽകിയത് അവന്റെ പരിശുദ്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ വേണ്ടിയാണ്, നമ്മുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല. പക്ഷേ നമ്മുടെയൊക്കെ ഓരോ രീതികൾ കാണുമ്പോൾ നാം ശരിക്കും ചിന്തിക്കണം, ഇത് എത്ര വർഷങ്ങൾക്കൊന്ന് മുത്തുനബി പഠിപ്പിച്ച കാര്യങ്ങളാണ്, ഇന്നതെല്ലാം യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ്. ഇന്ന് സമ്പത്ത് മതി, വിചാരണയെ അവർ മറന്നു കളയുകയാണ്. ഹിസാബിനെ, സമ്പത്ത് കൊണ്ട് എന്ത് തെമ്മാടിത്തരങ്ങളും ചെയ്യാൻ മനുഷ്യൻ ഇന്ന് മടിക്കുന്നില്ല. ഏതൊരു കാര്യവും സമ്പത്ത് അമിതമാകുമ്പോൾ ആ സമ്പത്തുകൾ കൊണ്ടുപോയി കൊടുത്ത് അത് വർധനമുണ്ടാക്കുന്ന എത്രയോ ആളുകളാണ് എന്ന് പറഞ്ഞാൽ പലിശ ഇടപാടുകളിലൂടെ സമ്പത്ത് വാരിക്കൂട്ടുന്ന എത്രയോ ആളുകളാണ് നമ്മുടെ ഇടയിൽ. അതും നല്ല പേരിന്റെ ഉടമകളാണ്. ഞാൻ അതിലേക്കൊന്നും ഒരുപാട് ആഞ്ഞു കടക്കുന്നില്ല. നാം ശരിക്കും മനസ്സിലാക്കണം, അല്ലാഹു ഹറാമാക്കിയതിനെ ഹറാമാണ് എന്ന രീതിയിൽ തന്നെ നാം മനസ്സിലാക്കണം, അതിനെക്കുറിച്ച് ചിന്തിക്കണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാവുകയുള്ളൂ. സമ്പത്തുണ്ടാകുമ്പോൾ എന്തുമാകാം എന്ന രീതി ഒരിക്കലും ഒരു മനുഷ്യനെയും വിജയിപ്പിച്ചിട്ടില്ല. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. നമുക്കറിയാലോ, ഇന്നും ഈജിപ്തിന്റെ ആ മ്യൂസിയത്തിൽ ലോകാവസാനം വരെയുള്ള എല്ലാ ആളുകൾക്കും ഇന്ന് ദൃഷ്ടാന്തമായി കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സംവിധാനിച്ചിരിക്കുകയാണ്. നമ്മളൊക്കെ പോകുമ്പോൾ കാണാം, അതൊക്കെ പോയി കാണണം. മനുഷ്യന് മാറ്റങ്ങൾ ഉണ്ടാകും അതൊക്കെ കാണുമ്പോൾ. അതുകൊണ്ട് തന്നെ അതൊരിക്കലും നമ്മുടെ പരിഹാരമല്ല. യുഹിബ്ബൂനൽ മാല വയൻസൗനൽ ഹിസാബ. ധനത്തെയാണ്, സമ്പത്തിനെയാണ് അവർ ഇഷ്ടപ്പെടുന്നത്. പക്ഷേ വിചാരണയെ മറക്കുകയാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്, യുഹിബ്ബൂന ഖംസൻ വയൻസൗന ഖംസ. അവസാന കാലഘട്ടത്തിൽ 5 കാര്യത്തെ അവർ ഇഷ്ടപ്പെടും, 5 കാര്യത്തെ അവർ മറക്കുമെന്ന് പറഞ്ഞത് വളരെ യാഥാർത്ഥ്യമല്ലേ? മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു, യുഹിബ്ബൂനൽ ഖുസൂറ വയൻസൗനൽ ഖുബൂറ. വലിയ വലിയ മാളികകളെയാണ് അവർ ഇഷ്ടപ്പെടുന്നത്, ഇല്ലേ? ഇപ്പോൾ നമുക്ക് ജീവിക്കാൻ, നമുക്ക് താമസിക്കാനുള്ള സൗകര്യമുള്ള വീടുകൾ അൽഹംദുലില്ലാഹ് അത് ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം 3 കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ വളരെ അനിവാര്യമായ കാര്യങ്ങളാണ്. ഒന്ന് സ്വാലിഹത്തായ ഒരു ഭാര്യ, അതുപോലെ അവന്റെ കുടുംബത്തിനൊക്കെ താമസിക്കാൻ പറ്റുന്ന നല്ലൊരു ഭവനം, അവന്റെ ഭാര്യക്കും മക്കൾക്കും കുടുംബാദികൾക്കും സഞ്ചരിക്കാനുള്ള ഒരു വാഹനം. ഇത് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ പഠിപ്പിച്ച കാര്യമാണ്. ഈ 3 കാര്യങ്ങളിൽ ഒരുപാട് മനഃശാസ്ത്രപരമായ രീതിയിൽ ഒരുപാട് ഘടകങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ആധുനിക സയൻസുകളെല്ലാം അക്ഷരാഭ്യാസങ്ങളില്ലാത്ത കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിച്ചെങ്കിൽ ഇന്ന് ഓരോരുത്തരും അതിന്റെ ഓരോ കാര്യങ്ങളും അതുകൊണ്ടുള്ള ഗുണങ്ങളും ഫലങ്ങളും ഇന്ന് അന്വേഷിക്കുകയും കണ്ടെത്തുകയുമാണ്. സ്വാലിഹത്തായ ഭാര്യ, അതിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാൻ സമയം പോലെ പിന്നീട് അവസരങ്ങൾ സംസാരിക്കാം.
അത് നമ്മുടെ ജീവിതത്തിന്റെ വലിയ ഒരു നെടും തൂണ് തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ. അതൊക്കെ നല്ല രീതിയിൽ ജീവിതത്തിലേക്ക് അനുഭവിക്കുമ്പോഴാണ് ഒരു ഭാര്യയുടെ ഉത്തമമായ ആ ഗുണങ്ങളും ഫലങ്ങളും മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ വീടെന്നുള്ളത് വലിയൊരു സ്വപ്നമാണ്, വലിയൊരു സ്വപ്നമാണ്. ഇന്ന് രാവിലെ സുബഹിയോട് അടുത്ത സമയത്ത് ഞാനൊരു ഇടത്ത് ഒരു പുതിയ വീടിന് താമസവുമായി ബന്ധപ്പെട്ട് അവിടെ ചെന്നപ്പോൾ ആ പ്രിയപ്പെട്ട കുടുംബക്കാരന്റെയും അവിടത്തെ മാതാവിന്റെയും ഭാര്യയുടെ മക്കളുടെ മുഖത്ത് എന്തെന്നില്ലാത്ത സന്തോഷം. ആ പ്രിയപ്പെട്ട കുടുംബക്കാരൻ പറയുകയാണ്, ഉസ്താദേ, എത്ര വർഷമായി 5000-നും 8000-നും 10000-നും വാടകയ്ക്ക് കിടന്ന് എന്റെ ജീവിതം തന്നെ തോറ്റുപോയെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. എന്നാൽ എന്റെ റബ്ബ് എനിക്കൊരു ചെറിയൊരു ഭവനം നൽകിയല്ലോ. ഇതെന്റെ ജീവിതത്തിന്റെ അവസാനം വരെ എന്റെ കുടുംബത്തിനും ഇത് ശാശ്വതമാകണം. അതിനുവേണ്ടി ഉസ്താദ് ആത്മാർത്ഥമായിട്ട് ദ്വാരക്കണമെന്ന് ആ പ്രിയപ്പെട്ടവൻ പറഞ്ഞെങ്കിൽ ആ ഒരു വീടിന്റെ സന്തോഷം എത്രത്തോളം ഉണ്ടെന്നറിയാമോ പ്രിയപ്പെട്ടവൻ? വാടകയ്ക്ക് കഴിയുന്നവൻ അവനറിയാം, പടച്ചവനെ, അല്ലാഹ് ഏതൊരു കാലത്താണ് എനിക്ക് ഇങ്ങനത്തെ ഒരു ചെറിയൊരു ഭവനം ഉണ്ടാക്കാനുള്ള സമ്പത്ത് നീ തരുന്നതെന്ന് അവൻ ചിന്തിച്ചു പോകും. പക്ഷേ ഇന്ന് നാം മനസ്സിലാക്കണം, ഉള്ള വീടുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്കും കുടുംബത്തിനൊക്കെ സൗകര്യമായി ജീവിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ തന്നെയും നമ്മൾ എന്ത് ചെയ്യാണ്, അതൊക്കെ അടിച്ച് പൊളിച്ച് നാം വിശാലതപ്പെടുത്തുകയാണ്. നമ്മൾ അതിനെയാണ് ഇഷ്ടപ്പെടുന്നത്. ആരാ പഠിപ്പിച്ചത്? സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച കാര്യമാണ്. യുഹിബ്ബൂനൽ ഖുസൂറ, അവർ വലിയ മണിമാളികകളെ അവരിഷ്ടപ്പെടുമ്പോ യൻസൗനൽ ഖുബൂറ, ഖബറുകളെ അവരങ്ങ് മറന്നു പോവുകയാണ്. ഞാൻ ഇങ്ങനെ വലിയ വലിയ ഈ മണിമാളികകൾ പോലെയുള്ള ഭവനങ്ങൾ ഉണ്ടാക്കി എയർ കണ്ടീഷനുകളും സംവിധാനങ്ങളും എല്ലാം ഞാൻ ഒരുക്കി വെക്കുന്നു. ഏതായാലും എന്റെ റബ്ബ് ഏത് സമയത്താണ് എന്നെ വിളിക്കുന്നത്, ആ വിളിക്കുന്ന സമയത്ത് അല്ലാഹ് ഈ വലിയ വലിയ സൗഭാഗ്യങ്ങൾ എന്റെ കൂടെ വരുന്നുണ്ടോ? ഞാൻ ചെന്ന് ചേരുന്നത് അതാ ഏതൊരു പള്ളിക്കാട്ടിലേക്കാണ്. അവിടെ എന്ത് മണ്ണാണ്? കറുത്ത മണ്ണാണോ, വെളുത്ത മണ്ണാണോ, ചുവന്ന മണ്ണാണോ, ഏത് മണ്ണാണെന്ന് ആർക്കും അറിയില്ല. ചെളിയുള്ളതാണോ, ചെളിയില്ലാത്തതാണോ, പാറയാണോ, ഏത് തരത്തിലാണെന്ന് ആർക്കും അറിയില്ല. ആ മണ്ണിലേക്കാണ് ഞാൻ ചെന്ന് ചേരുന്നത്. അതുകൊണ്ട് എന്തിനാണ് ഞാൻ അമിതമായ ചെലവഴിക്കൽ ഈ ദുനിയാവിൽ എന്റെ വീടിന് വേണ്ടി ഞാൻ ചെലവഴിക്കുന്നത്? അത്യാവശ്യം എന്റെ കുടുംബത്തിന് താമസിക്കാൻ പറ്റുന്ന രീതിയിൽ, മാസം മാസം വാടക കൊടുക്കാത്ത രീതിയിൽ, ആരും വന്ന് എന്റെ മക്കളെയും ഭാര്യയും കൈപിടിച്ച് ഇറക്കി വിടുന്ന ഒരവസ്ഥയല്ലാത്ത രീതിയിൽ താമസിക്കാനുള്ള ഒരു ചെറിയ ഭവനം എനിക്ക് മതിയല്ലോ. അതിൽ അൽഹംദുലില്ലാഹ് എന്നവൻ തൃപ്തിപ്പെട്ട് ജീവിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, ആ മനുഷ്യന്റെ ജീവിതങ്ങളിൽ ഒരുപാട് നന്മകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അല്ലേ? ആഡംബരങ്ങൾ കൂടുമ്പോൾ അല്ലാഹനെ നമ്മൾ മറന്നു പോവുകയല്ലേ ചെയ്യുന്നത്? അല്ലേ? ഒരുപാട് സംഭവങ്ങളുണ്ട്. നമ്മൾ ഒരുപാട് അപ്പുറത്തേക്കൊന്നുമ്പോ നമ്മുടെയൊക്കെ ആ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മുടെ അയൽവാസികളിൽ, നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഒന്ന് എടുത്തു നോക്കിയാൽ നമുക്കറിയാം, ഒന്നുമില്ലാത്ത കാലഘട്ടത്തിൽ വളരെ എന്തെങ്കിലുമൊക്കെ സൗകര്യങ്ങളാവുമ്പോൾ കണ്ടാ പോലും സലാം പറയൂല. വേണ്ട, നമ്മുടെ ഒരു വിഷമം വന്നു, എന്താണെന്ന് എനിക്ക് പ്രയാസം, എന്തായാലും നിന്റെ പ്രയാസം, എന്നെ കണ്ടിട്ട് കുറെ ദിവസങ്ങളായല്ലോ എന്ന് പോലും ചോദിക്കാൻ നമുക്ക് മനസ്സനുവദിക്കില്ല. കാരണം എന്താ? ചോദിച്ചു പോയാൽ കുടുങ്ങി. അപ്പൊ പറയാണ്, എനിക്ക് കുറെ ദിവസമായിട്ട് സുഖമില്ല, ഞാൻ ഇന്നെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ചെയ്യാണ്, അടുത്ത ആഴ്ചയാണെങ്കിലോ
20,000 രൂപ വേണം എന്തിന് സ്കാൻ ചെയ്യാൻ. അതില്ലാത്തത് കൊണ്ട് അല്ലാഹ് ചോദിച്ചത് കൂടി ഇങ്ങനെയല്ലേ നമ്മുടെ അവസ്ഥ. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇന്നലെ നമ്മുടെ ഇവിടെ ഈ പ്രദേശത്തുള്ള ഞാൻ ആണെന്ന് പറയുന്നില്ല, അവർ വിളിച്ചുകൊണ്ട് വളരെ വേദന പറഞ്ഞു, ഉസ്താദേ 10,000 രൂപയെങ്കിലും നിങ്ങളുടെ സംഘടനയുടെ വകയെങ്കിലും ഒപ്പിച്ചു തന്നാൽ എന്റെ കുടുംബത്തിന്റെ മരുന്നിനുള്ള ഒരു കാര്യത്തിന് എനിക്ക് പോകാമായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബന്ധപ്പെട്ട് വാഴക്കാലയിലുള്ള ഒരു സഹോദരനുമായി, കുമ്മനോടുള്ള ഒരു സഹോദരനുമായി ബന്ധപ്പെട്ടു. അവര് പെട്ടെന്ന് ഗൂഗിൾ പേ ചെയ്യാൻ നോക്കിയപ്പോൾ എന്റെ നമ്പറിൽ ഇല്ല. അങ്ങനെ എന്റെ ഒരു കൂട്ടുകാരൻ നമ്പർ കൊടുത്തു, അതിലേക്ക് ഇട്ടുകൊടുത്തു. ആ കൂട്ടുകാരന് അവരുടെ നമ്പറിലേക്ക് ആ പൈസ കൊടുത്തപ്പോൾ അവരുടെ ദുആ നമ്മൾ കേട്ട മതി. ആലോചിക്കണം, നമ്മൾ രക്ഷപ്പെടാൻ അത് മതി. എന്തെങ്കിലും നേരെടുത്തു കൊടുക്കാനില്ലെങ്കിൽ ഞാനൊരു വാസത്തിയാകുമ്പോൾ, ഞാനൊരു ഇടനിലക്കാരനാകുമ്പോൾ അതൊരു വലിയൊരു പവർ തന്നെയാണ്. ഈ വിനീതനായ ഞാൻ അങ്ങനെ ഞാൻ ചെയ്തിട്ട് പറയുന്നതല്ല. കാരണം ആ ഒരു ദുആ എന്നുള്ളത് ഇന്നും ജുമുഅത്തിൽ ഇറങ്ങുന്ന സമയത്ത് എന്നെ വിളിച്ചുകൊണ്ട് പറയാണ്, വളരെ സന്തോഷത്തോടെ പറയാണ്, ഇന്നലെ മരിച്ചുപോയ ഉസ്താദിന് വേണ്ടി പ്രത്യേകം ദ്വാരക്കണം, അതുപോലെ തങ്ങൾക്ക് വേണ്ടി എപ്പോഴും ദ്വാരക്കുന്നുണ്ട്, നിങ്ങളൊക്കെ ശ്രദ്ധിക്കണം. കാരണം ഇങ്ങനെ പല കാര്യങ്ങളുമായി ഓടി നടക്കുമ്പോൾ, പല പ്രയാസങ്ങളൊക്കെ ഉള്ളപ്പോൾ, ഇങ്ങനെ പല വിഷയങ്ങളുമായി നടക്കുമ്പോൾ പല ബുദ്ധിമുട്ടുകളൊക്കെ വരാനൊക്കെ, അതുകൊണ്ട് അതിനൊക്കെ വേണ്ടി ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ദ്വാരക്കുന്നുണ്ട്. അള്ളാഹു അവിടത്തേക്ക് ആഫിയത്ത് നൽകട്ടെ എന്ന് പറയുമ്പോൾ ആ ദ്വാ തന്നെ മതി രക്ഷപ്പെടാൻ. ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ മനസ്സ് തുറന്നുകൊണ്ട് ദ്വാരക്കുമ്പോൾ ആ ദ്വാ മതി രക്ഷപ്പെടാൻ. അതുകൊണ്ട് അമ്മ തന്നത് വെറുതെ തന്നതല്ല, അത് ചെലവഴിക്കേണ്ട രീതിയിൽ ചെലവഴിക്കണം. അവിടെയാണ് നമുക്ക് വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് മാളികകളെ അവർ ഇഷ്ടപ്പെടും, ഖബറുകളെ അവർ മറക്കുകയാണ്. എന്നും ഞാൻ വലിയ എല്ലാ സംവിധാനങ്ങളിലുമുള്ള ബെഡ്റൂമിലാണ് ഞാൻ കിടക്കുകയുള്ളൂ എന്ന് ചിന്തിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. മുഅ്മിനീങ്ങളെ, നാം ഏത് സമയത്താണോ പോകുന്നത് ഖബറിലേക്ക്, അവിടെയാണ് നമുക്ക് വിശാലത വേണ്ടത്. നമ്മൾ ഖബർ വിശാലമാക്കുമ്പോൾ ചില ആളുകൾ നീ തമാശ പറയും, അത് ഇച്ചിരി വിശാലമായിട്ട് കാത്തിയറിയുന്നു. അതൊക്കെ പറയാൻ പാടില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. നമ്മുടെ ഈമാന്റെ കുറവുകളൊക്കെയാണ് നമ്മൾ പറയാൻ പാടില്ല. ഓരോന്നിനും നമ്മുടെ അളവുകളുണ്ടല്ലോ, ഓരോ അളവുകളുണ്ട്. 6 അടി എന്നുള്ളത് 6 അടി തന്നെയാണ്. അത് ഫിഖഹിന്റെ മസ്അലകൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ അതിന്റെ ഇടുക്കങ്ങൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കണ്ടപ്പോൾ അവിടുന്ന് ബോധം കെട്ടുപോയില്ല, കരഞ്ഞു. നമ്മളിപ്പോ എത്ര ഖബർ താത്തി അല്ലേ? നമ്മൾ എത്ര ഖബർ താത്തി, എത്ര ഖബർ കണ്ട്, എത്ര ഖബറിലേക്ക് ജനാസ കൊണ്ടുപോയി വെച്ച്. ജീവിതത്തിൽ ആ ഒരു കാരണം കൊണ്ട് എന്തെങ്കിലും ഒരു തെറ്റിൽ നിന്ന് നമുക്ക് മാറാൻ പറ്റിയിട്ടുണ്ടോ? അവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കേട്ടുപോയത് കൊണ്ട് കാര്യമില്ല. ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ തയ്യാറാകണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഖബറിനെ കുറിച്ച് ഓർക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എല്ലാ വെള്ളിയാഴ്ചയും ജുമുഅയ്ക്ക് ശേഷം ഖബർ സിയാറത്ത് സുന്നത്തായി നമ്മെ പഠിപ്പിച്ചത്. നമ്മളൊക്കെ കാണാറില്ലേ, വെള്ളിയാഴ്ച ഓരോ ഖബർസ്ഥാനിൽ പള്ളിയുടെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ മുഅ്മിനീങ്ങൾ അതാത് ഖബർസ്ഥാനിൽ ചെന്നുകൊണ്ട് ഇങ്ങനെ ദ്വാരക്കുന്നില്ലേ? നാം ഓർക്കണം, ഖബറിനെ കുറിച്ച് ഓർക്കാൻ വേണ്ടി തന്നെയാണ്. ചിന്തിക്കണം, നാളെ ഞാനും ഇവിടെ വന്ന് കിടക്കാനുള്ള ആ വ്യക്തിയാണല്ലോ. അതുകൊണ്ട് റബ്ബേ, എന്റെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ എനിക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ എന്ന് നമ്മൾ ദുആറക്കണം. അതുപോലെ നാലാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, യുഹിബ്ബൂന ദുനിയ വയൻസൗനൽ ആഖിറ. ദുനിയാവിനെ ഇങ്ങനെ ഓർക്കും, ഇഷ്ടപ്പെടും, അതിന്റെ പിന്നാലെയാണ് നമ്മുടെ ഇങ്ങനെ സഞ്ചാരങ്ങൾ. വയൻസൗനൽ ആഖിറ, ആഖിറത്തെ കുറിച്ച് നമുക്കൊരു ചിന്തയുമില്ല, ഒരു ചിന്തയുമില്ല.
വാട്സപ്പോ, ഫേസ്ബുക്കോ, ഇൻസ്റ്റഗ്രാമോ എന്നീ തുടങ്ങിയ ഒന്നും നമുക്ക് തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഓരോ വ്യക്തികളെയും വ്യക്തിഹത്യ ചെയ്യുന്നത് കാണുമ്പോൾ വല്ലാത്ത വേദന തോന്നുകയാണ്. കാരണം നമ്മളുടെ വിരൽത്തുമ്പുകളെ കൊണ്ടാണെങ്കിൽ നാളെ റബ്ബിന്റെ കോർട്ടിൽ അള്ളാഹു കഠിനമായ ശിക്ഷകളെ കൊണ്ടാണ് അള്ളാഹു നമ്മെ ശിക്ഷിക്കുന്നത് എന്ന യാഥാർത്ഥ്യമാരും മനസ്സിലാക്കുന്നില്ല. അവരൊക്കെ ഇഷ്ടപ്പെടുന്നത് എന്താണ്? യുഹിബ്ബൂന ദുനിയ, ദുനിയാവിനാണ്. ദുനിയാവിനെയാണ് ഇഷ്ടപ്പെടുന്നത്. ദുനിയാവിനെ ഒരു വ്യക്തിയെ എങ്ങനെയൊക്കെ തരം താഴ്ത്താൻ പറ്റുമോ, ഒരു വ്യക്തി എങ്ങനെയല്ല വ്യക്തിഹത്യ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് വലിയ ഇഷ്ടമാണ്. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്, അങ്ങനെ ഇഷ്ടപ്പെടുമ്പോൾ ആഖിറത്തെ മറന്നുകൊണ്ടുള്ള വ്യക്തിയിൽ നിന്നുണ്ടാകുന്നതാണ്. ഞാൻ ഈ സമയമെങ്കിലും മരണപ്പെട്ടു പോയാൽ ഞാൻ എങ്ങനെയാണ് ആ മനുഷ്യനോട് പൊറുക്കലിനെ ചോദിക്കുന്നത്? ആ മനുഷ്യനോട് എങ്ങനെ? അതുകൊണ്ട് റബ്ബേ, എന്നിൽ നിന്ന് വന്ന വീഴ്ച നീ പൊരുത്തപ്പെടണേ അല്ലാ എന്ന് പറഞ്ഞ് നാം ഏത് വ്യക്തിയെ കുറിച്ചാണോ പറഞ്ഞിട്ടുള്ളത്, ഏത് വ്യക്തിയെ കുറിച്ചാണോ എഴുതിയിട്ടുള്ളത്, അവരോട് മാപ്പ് ചോദിക്കണം. അല്ലാതെ നമ്മുടെ ഈമാൻ കാമിലാവുകയില്ല, നമ്മുടെ ആഖിബത്ത് നന്നാവുകയില്ല, നമ്മുടെ ജീവിതത്തിൽ ഒരു ഖൈർ ഉണ്ടാവുകയില്ല. മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്, ആഖിറം നഷ്ടപ്പെട്ടു പോകും, ആഖിറം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് യുഹിബ്ബൂന ദുനിയാ വയൻസൗനൽ ആഖിറ. ദുനിയാവ് മാത്രം ഇഷ്ടപ്പെട്ടാ പോരാ, നമ്മൾ ഇഷ്ടപ്പെടേണ്ടത് ആഖിറത്തെയാണ്. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരും സ്വാലിഹീങ്ങളും അവര് അവരെന്തേ ദുനിയാവിനെ ത്വലാഖിൽ ചൊല്ലി ദുനിയാവിനെ അവര് വെടിഞ്ഞു. എന്താണ്? ഈ ദുനിയാവിന്റെ ഫിത്തിന ഭയന്നുകൊണ്ട്. അവരൊക്കെ നമ്മെ കാണിച്ചെന്ന മാതൃക എത്രത്തോളം വലുതാണെന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ദുനിയാവിനെയാണ്. ഞാൻ എന്നും എന്നും ഇങ്ങനെ നല്ല മരക്കോല് പോലെ ഇതുപോലെ ദുനിയാവിൽ ജീവിക്കുമെന്നുള്ള ഒരു വിശ്വാസമാണ് എന്റെയും നിങ്ങളുടെ മനസ്സിൽ. അതൊരിക്കലുമില്ല, അങ്ങനെ കരുതാൻ പാടില്ല. ലോകത്ത് അല്ലാഹു ഏതെല്ലാം വസ്തുക്കളെ സൃഷ്ടിച്ചിട്ടുണ്ടോ ആ വസ്തുക്കളെല്ലാം അള്ളാഹുവിന്റെ തീരുമാനം അനുസരിച്ച് തിരിച്ചു വിളിക്കുന്നതുമാണ്. കാര്യം നമ്മൾ മനസ്സിലാക്കണം, ആരും മരിക്കാത്തവരിൽ എല്ലാവരും മരിച്ചു പോകും. അല്ലാഹു നമ്മുടെ ഈമാൻ കാമിലാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അഞ്ചാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, യുഹിബ്ബൂനൽ ഖൽഖ വയൻസൗനൽ ഖാലിഖ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് അഞ്ചാമത് പഠിപ്പിക്കുകയാണ്, യുഹിബ്ബൂനൽ ഖൽഖ വയൻസൗനൽ ഖാലിഖ. പടപ്പുകളെ അവർ ഇഷ്ടപ്പെടും, പടച്ചവനെ അവർ മറക്കും. അല്ലാഹ് വളരെ യാഥാർത്ഥ്യമായ കാര്യങ്ങൾ അള്ളാന്റെ റസൂൽ 1500 വർഷങ്ങൾക്ക് മുമ്പ് നമ്മെ പഠിപ്പിച്ചെങ്കിൽ മുഅ്മിനീങ്ങളെ, എന്റെ സത്യവിശ്വാസികളെ, നാം മനസ്സിലാക്കണം, അള്ളാനെയാണ് നാം പേടിക്കേണ്ടത്. അള്ളാനെയാണ് ഞാനും നിങ്ങളും പേടിക്കേണ്ടത്. ഒരു മഖ്ലൂക്കിനെയും നാം പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇന്ന് നേരെ ഓപ്പോസിറ്റ് ആണ്. യുഹിബ്ബൂനൽ ഖൽഖ വയൻസൗനൽ ഖാലിഖ. സൃഷ്ടികളെയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്, പടപ്പുകളെയാണ് ഇഷ്ടപ്പെടുന്നത്. ഒരാള് 10 രൂപ കൂടുതൽ തന്നാൽ, അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ മനസ്സിലാക്കി നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ ആ വ്യക്തിയോട് എന്ത് ഇഷ്ടമാണ്. ആ വ്യക്തി എത്ര മോശക്കാരനാണെങ്കിലും ഒരിക്കലും നാം കുറ്റം പറയോ ഇല്ല. കാരണം എന്താ? അദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനെ ഓരോ ഫലങ്ങളും നമുക്ക് കിട്ടുമ്പോൾ എങ്ങനെയാണ് ആ മോശക്കാരനായ മനുഷ്യനെ നാം കുറ്റം പറയുന്നത്? ആ മോശക്കാരനായ മനുഷ്യനെ ഒഴിവാക്കുന്നത് എങ്ങനെയാണ്? പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കണം, അതൊന്നും നമുക്ക് ശാശ്വതമല്ല. അല്ലാഹു നമ്മെ ദുനിയാവിൽ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ
അവൻ തന്നെ നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വേണം. നാം ആരുടെയും അടിമയാകാൻ പോകേണ്ടതില്ല. നാം ആർക്കും വേണ്ടി ചലിക്കാൻ പോകേണ്ടതില്ല. നാം ചലിക്കേണ്ടത് എതിനാണ്? സത്യത്തിനാണ് ചലിക്കേണ്ടത്. അല്ലാഹുവിന്റെ മാർഗത്തിനാണ് നാം ചലിക്കേണ്ടത്. അല്ലാതെ നമുക്ക് എവിടെ നിന്നെങ്കിലും സഹായങ്ങൾ കിട്ടുമ്പോൾ ആ ഭാഗത്തേക്കല്ല നമ്മുടെ ചിന്ത പോകേണ്ടത്, നമ്മുടെ ശ്രദ്ധ പോകേണ്ടത്. ആ മനുഷ്യൻ ആരാണെന്ന് നോക്കണം. ഞാൻ ഓർത്തുപോകുന്നു, ഒരു വ്യക്തി എന്റെ കയ്യിലേക്ക്, ഞാൻ വർഷങ്ങളോളമായി എന്റെ കയ്യിലേക്ക് കുറെ പൈസ നിന്നിട്ട് ദുആ ഇറക്കണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്തിനാണ് ദുആ ഇറക്കേണ്ടത്? അദ്ദേഹം പറയാണ്, എന്റെ ബിസിനസ്സിന് അഭിവൃദ്ധി വേണം, എന്റെ ജീവിതത്തിൽ ഖൈറാത്തുകൾ വേണം. നിങ്ങൾക്ക് ഒരുപാട് നാളായി ഞാൻ കുറച്ച് സമ്പത്ത് തരണമെന്ന് വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിച്ചു, എനിക്കിപ്പോൾ പൈസയുടെ ആവശ്യമില്ല. അദ്ദേഹം പറഞ്ഞു, വേണ്ട, ഇരിക്കട്ടെ. പിന്നീട് ഞാനതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, നമുക്ക് ഹറാമായതൊന്നും വേണ്ട. ഹറാമായ രൂപ നമ്മുടെ മനസ്സിൽ ആ വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ ആ സമ്പത്ത് ഹറാമാണെന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ ഒരിക്കലും നാം അത് ഉപയോഗിച്ചുകൂടാ. അത് ഉപയോഗിച്ചാൽ നമ്മുടെ ഇബാദത്തുകൾ പൊളിഞ്ഞുകയാണ്. നമ്മുടെ മക്കൾ ഒന്നും ഒരു തിരിച്ചറിവില്ലാത്ത, ഒരു തത്ലീഫില്ലാത്ത, പ്രായപൂർത്തിയാകാത്ത നമ്മുടെ ചെറിയ മക്കൾക്ക് കൊണ്ടുപോയി നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ ആ ഭക്ഷണം ഹറാമിന്റെ ഭക്ഷണമാവുകയാണ്. അതിലൂടെ നമ്മുടെ മക്കളുടെ ജീവിതം തന്നെ വലിയ പ്രയാസത്തിലാവുകയാണ്. അല്ലാഹു കാക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സൂക്ഷ്മത വേണം. 1 രൂപയാണെങ്കിലും അത് ഹറാമിന്റെയാണോ ഹലാലിന്റെയാണോ എന്ന് നമ്മൾ പരമാവധി അന്വേഷിക്കണം. എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി അന്വേഷിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? ഇല്ല. പരമാവധി കഴിവിന്റെ അത്രത്തോളം ഒരു വ്യക്തി ഇന്ന വ്യക്തിയാണെന്ന് നമുക്ക് വളരെ വ്യക്തമായി കൊണ്ട് നമുക്ക് ബോധമുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് നാം അത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ആരാ പഠിപ്പിച്ചത്? മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ അങ്ങനെയുള്ള ഒരു ശ്രദ്ധ ആരുടെയും ജീവിതത്തിലില്ല. എവിടെ നിന്ന് 10 രൂപ കൂടുതൽ കിട്ടുന്നോ അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ ഏതെല്ലാം മോശമായ പ്രവർത്തനങ്ങളുണ്ടോ അതോട് ചേരുന്ന ഒരവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. യുഹിബ്ബൂനൽ ഖൽഖ വയൻസൗനൽ ഖാലിഖ. മുഹമ്മദുർ റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്, പടപ്പുകളെ അവർ ഇഷ്ടപ്പെടുന്നതാണ്, അല്ലാഹുവിനെ അവർ മറക്കുകയാണ്. അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇബാദത്തുകളെല്ലാം ഇല്ലാതെയാവുകയാണ്. നമ്മുടെ അക്കൗണ്ടൊക്കെ കാലിയാവുകയാണ്. പടച്ച റബ്ബ് നന്മയുടെ വാഗ്ദാക്കളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തെല്ലാം നമ്മോട് നിർദ്ദേശിച്ചുവോ അതെല്ലാം കൃത്യമായി ജീവിതത്തിൽ കൊണ്ടുവരാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. നാം കുറെയൊക്കെ ചിന്തിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. എന്നും നമ്മുടെ ജീവിതം ഇങ്ങനെ ആകണം എന്നൊരിക്കലും ആരും കരുതാൻ പാടില്ല. അല്ലാഹുവാണ് സമ്പത്ത് നൽകുന്നത്, അല്ലാഹുവാണ് സമ്പത്ത് ഇല്ലാതെയാക്കുന്നത്, അല്ലാഹുവാണ് രോഗം തരുന്നത്, അല്ലാഹുവാണ് രോഗം ശിഫയാക്കുന്നത് എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ പടച്ച റബ്ബ് നമ്മെ പല രീതിയിലും ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കും. ഒരു സംശയമില്ലാത്ത കാര്യമാണ് മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് തന്നെ യഥാർത്ഥ മുഅ്മിനായി ജീവിക്കാൻ ഞാനും നിങ്ങളും ശ്രമിക്കണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.